UDFനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗാണ്. ഇത് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയതാണ്, അതിൽ വസ്തുതയുമുണ്ട്. കോൺഗ്രസിനെ തന്നെ നയിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായി മാറിയിട്ടുണ്ട്. ഇക്കാര്യം കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതിൽ വസ്തുതയുണ്ട് എന്ന് കേരളത്തിന് മനസ്സിലായതുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം അത് ഉറപ്പിക്കുന്നും ഉണ്ട്. എന്നാൽ ഈ രണ്ട് സംഘടനകൾ മാത്രമാണോ UDFിൽ പിടിമുറുക്കുന്നത്? അല്ല എന്നാണ് പുതിയ വാർത്തകൾ. ലത്തീൻ കത്തോലിക്ക സഭയും UDFിന് മുകളിൽ വല്ലാതെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൽ പിടിമുറുക്കുന്നു എന്നാണ് കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. കൊച്ചി കോർപ്പറേഷൻ UDF വിജയിച്ചു. സ്വാഭാവികമായും മേയർ ആരാണ് എന്ന് തീരുമാനിക്കണം. വനിതാ സംവരണമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൗൺസിലിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ട്, ദീപ്തി മേരി വർഗീസ്. അവർ തന്നെയായിരിക്കും മേയർ എന്ന് ഏതാണ്ട് ഉറപ്പിച്ചതാണ്. കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് വരുന്നു ലത്തീൻ കത്തോലിക്ക സഭയുടെ ഇണ്ടാസ്. ലത്തീൻ സഭയിൽ നിന്ന് ഒരാൾ മേയറാകണം, അതാണ് ആവശ്യം. ലത്തീൻ സഭയിൽ നിന്ന് ഒരാൾ മേയറാകണം, ലത്തീൻ സഭ നിർദ്ദേശിക്കുന്ന ആളെ മേയറാക്കണം. ഇതാണ് കോൺഗ്രസിന് മുന്നിൽ ലത്തീൻ കാത്തോലിക് സഭ വെച്ചിരിക്കുന്ന നിർദ്ദേശം, ആവശ്യം. വഴങ്ങിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ഇതാണ് മുന്നറിയിപ്പ്. ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. എന്ത് ചെയ്യണമെന്നറിയാതെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ. ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ലത്തീൻ സഭ പറയുന്നത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത് ലത്തീൻ സഭയ്ക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ നിന്നാണ്. അവിടെ നിന്ന് മാത്രമാണ് ജയിച്ചത്. ലത്തീൻ സഭ ഇത്തവണ UDFിനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് ഉറപ്പായും ലത്തീൻ സഭയ്ക്ക് തന്നെ മേയർ സ്ഥാനം നൽകണം. ഈ ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതുവരെയും തീരുമാനമെടുത്തില്ല. സഭയ്ക്ക് മുന്നിൽ കീഴടക്കാനാണ് സാധ്യത. ഹൈബി ഈഡനും ലത്തീൻ സഭയോടൊപ്പമാണ് എന്നാണ് അറിയുന്നത്. VD സതീശനും DCC പ്രസിഡന്റ് ഷിയാസുമൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. 2 ദിവസത്തിനകം അറിയാം എന്താണ് കൊച്ചിയിൽ നടക്കുന്നത് എന്ന്. ഭൂരിപക്ഷം നൽകിയിട്ടും മേയർ ആരെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊച്ചിയിലെ കോൺഗ്രസ് UDF എത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യവും കൂടി വന്നിട്ടുണ്ട്. ചെറിയ ആവശ്യമല്ല, മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ്. കൊല്ലത്തും കൊച്ചിയിലും ഡെപ്യൂട്ടി മേയർ പദവി മുസ്ലിം ലീഗിന് നൽകണം. ഇതാണ് ആവശ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായ മീഡിയ വണ്ണിലൂടെ വാർത്ത പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മീഡിയ വണ്ണിൻ്റെ കാർഡ് കാണാം. അതിൽ പറയുന്നത് ഡെപ്യൂട്ടി മേയർ പദവി മുസ്ലിം ലീഗിന് നൽകണം എന്നാണ്. മുസ്ലിം ലീഗ് ഇതുവരെയും കൊല്ലം നഗരസഭയിലും കൊച്ചി നഗരസഭയിലും ഡെപ്യൂട്ടി മേയർ പദവി ആവശ്യപ്പെട്ടിട്ടില്ല. കൊല്ലം പോകട്ടെ, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത് എന്ന് എങ്കിലും പറയാം. പക്ഷേ കൊച്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ UDF അധികാരത്തിൽ വരാറുണ്ട്. അപ്പോഴൊന്നും ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ ഉന്നയിക്കുന്നു. കാരണമുണ്ട്. കൊച്ചിയിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ UDFിനാണ് സീറ്റ് ലഭിച്ചത്, ജയിച്ചിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകണം. ഇതാണ് ആവശ്യം. തൊട്ടപ്പുറത്ത് ലത്തീൻ സഭ മേയർ സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. മുസ്ലിം ലീഗ് UDFിൻ്റെ ഘടകകക്ഷി തന്നെയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് വേണ്ടി വിലപേശൽ നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയും കൂടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്ന് കേരളം ഭരിക്കാൻ പോവുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഉണ്ടോ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മാറി നിന്നാൽ എവിടെ കോൺഗ്രസ് ജയിക്കും? അത് നന്നായി അറിയാം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും. അതുകൊണ്ട് അവർ ആഞ്ഞ് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിച്ചേ തീരൂ. അത് എവിടെയൊക്കെ? കൊച്ചിയിലും കൊല്ലത്തും. അതാണ് ആവശ്യം. വഴങ്ങുമോ കോൺഗ്രസ് എന്നതേ അറിയാനുള്ളൂ. വഴങ്ങിയില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് വഴങ്ങാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. കൊച്ചി മേയർ സ്വാഭാവികമായും കോൺഗ്രസ് വഴങ്ങിയാൽ ലാറ്റിൻ കാത്തോലിക്ക സഭ നിർദ്ദേശിക്കുന്ന ആളായിരിക്കും. ഡെപ്യൂട്ടി മേയർ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുന്ന ആളായിരിക്കും. കോൺഗ്രസ് പൂർണ്ണമായും പുറത്താകും.
കോൺഗ്രസിൻ്റെ ആൾ തന്നെയായിരിക്കും, കോൺഗ്രസിൽ ടിക്കറ്റ് ജയിച്ച ആൾ തന്നെയായിരിക്കും മേയർ. പക്ഷേ നിയന്ത്രിക്കുന്നത് സഭ ആസ്ഥാനത്ത് നിന്നായിരിക്കും. കോൺഗ്രസിന് ഇടപെടാനേ കഴിയില്ല. ഇതേ സ്ഥിതി തന്നെയാണ് കൊല്ലത്തും ഉണ്ടാകുക. ഡെപ്യൂട്ടി മേയർ പദവി മുസ്ലിം ലീഗിന് നൽകിയാൽ കൊല്ലത്ത് വലിയ ഇടപെടൽ മുസ്ലിം ലീഗ് നടത്തും. ഇത് ഒരു സൂചനയാണ്. 2026 UDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? വിവിധ ജാതി മത സംഘടനകളുടെ ഇടപെടൽ കൂടിക്കൂടി വരും. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഉണ്ടാകും, അതോടൊപ്പം സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളുണ്ടാകും, അതോടൊപ്പം തന്നെ കാത്തോലിക്ക സംഘടനകളും ലാറ്റിൻ കത്തോലിക്കും റോമൻ കത്തോലിക്കും ഒക്കെ ഓരോ സ്ഥാനങ്ങളും വീതിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് NSSും തലപൊക്കുക. NSS കാര്യമായ ഇടപെടൽ നടത്താൻ തുടങ്ങിയാൽ UDFിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു എന്ന് അറിയുന്നവർക്ക് അറിയാം. അതേ സ്ഥിതിയിലേക്ക്, തമ്മിലടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.